சி ஜோசப் விஜய் எனும் நான் தமிழ்நாட்டு அரசின் முதலமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும் முதலமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று ആണ്ടവൻ മീത് ആണയിട്ട് ഉറുതിമൊഴിகிறேன். തമിഴ്നാട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വിജയുടെ മന്ത്രിസഭ അധികാരമേറ്റിരിക്കുകയാണ്. 4-5 ദിവസത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വ്യക്തമായ ഭൂരിപക്ഷം അതിന്റെ കത്തുകളൊക്കെ ഹാജരാക്കി തന്നെയാണ് അദ്ദേഹം തമിഴ് രാഷ്ട്രീയത്തിന്റെ ആധിപത്യത്തിൽ എത്തിയിരിക്കുകയാണ്. ദ്രാവിഡ കക്ഷിയുടെ നേതൃത്വമില്ലാത്ത ഒരു മന്ത്രിസഭ അടുത്ത കാലത്ത് രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മന്ത്രിസഭയിൽ കോൺഗ്രസ് പാർട്ടിയും ചേരുന്നുണ്ട്. ഇപ്പോഴുള്ള ഘടകകക്ഷികളിൽ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആണ്, 5 സീറ്റ്. വിജയ് ഒറ്റക്കാണ് മത്സരിച്ചതെങ്കിലും ഇപ്പോൾ ഇലക്ഷന് ശേഷം വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കാത്ത ഒരു 10 സീറ്റിന്റെ കുറവ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘടകകക്ഷികളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒക്കെ പങ്കെടുത്തു എന്നുള്ളതാണ്. തമിഴ്നാടിന്റെ ഒരു വിവാദവും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. തമിഴ്നാടിന്റെ അടിസ്ഥാന ഗീതമായ തമിഴ്തായ് വാഴ്ത്തിനെ അവഗണിച്ചെന്ന് ആരോപിച്ചാണ് ഒരു വിവാദം സത്യപ്രതിജ്ഞ തൊട്ട് അടുത്ത് തന്നെ പൊട്ടിപ്പുറപ്പെട്ടത്. എന്തായാലും അതിലൊന്നും വലിയ ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അതിന്റെ പൊരുൾ. കാരണം അതൊക്കെ അതിന്റെ ഓർഡർ അനുസരിച്ച് ചെയ്തു എന്നത് തന്നെയാണ്. പിന്നെ ഒരു പരിചയക്കുറവ് ഒക്കെ ഇവിടെ പ്രബലമാകും. അത് തുടക്കത്തിൽ തന്നെ ഒരു സർക്കാരിനെ നിശ്ചിതമായി വിമർശിക്കേണ്ടതില്ല എന്നുള്ള ഒരു പൊതു കാഴ്ചപ്പാടാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. വിജയ് ആദ്യം ഒപ്പുവെച്ച ബില്ല് എന്ന് പറഞ്ഞാൽ 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷ പ്രത്യേക പദ്ധതികൾ, പിന്നെ വളരെ പ്രബലമായ ഒരു ബില്ല് അദ്ദേഹം ലഹരി തടയുവാൻ പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബില്ലിലും ഒപ്പുവെച്ചു. അത് തീർച്ചയായും ഒരു നല്ല സമൂഹത്തിന് നൽകുന്ന നല്ല ഒരു സന്ദേശം തന്നെയാണ്. അദ്ദേഹം പെരമ്പാവൂർ മണ്ഡലം നിലനിർത്തുമെന്നും തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് ഒഴിയുമെന്നും ഒക്കെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 9 മന്ത്രിമാരാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. മന്ത്രിസഭയുടെ വിജയ് കഴിഞ്ഞാൽ പ്രധാന മുഖം മുൻ DMK നേതാവായി വിജയുടെ പാർട്ടിയിൽ ചേർന്ന ചെങ്കോട്ടയ്യൻ ആണ്. അദ്ദേഹമാണ് വിജയ് മന്ത്രിസഭയുടെ പ്രധാന മുഖം. അദ്ദേഹത്തിന് 78 വയസ്സുമുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ കീർത്തനയാണ്. കീർത്തന 29 വയസ്സാണ്. ഇതൊക്കെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മൾ കണ്ട വളരെ നല്ല കാര്യങ്ങൾ. കാരണം വിജയ് അധികാരമേറ്റു എന്നത് തന്നെയാണ്. ഗവർണറുമായി 3-4 പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തേണ്ടി വന്നു എങ്കിലും അദ്ദേഹത്തിന് അത് ഭൂരിപക്ഷം തെളിയിക്കാൻ ഉള്ള കത്തുകളൊക്കെ ലഭിച്ചു. ഇനി നിയമസഭയിൽ തെളിയിക്കേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത. ഈ ദ്രാവിഡ കക്ഷികളില്ലാത്ത, നേതൃത്വമില്ലാത്ത ഒരു മന്ത്രിസഭ അടുത്ത കാലത്തൊന്നും തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ കോൺഗ്രസ് മന്ത്രിമാർ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഈ മന്ത്രിസഭയുടെ പ്രത്യേകതകൾ. ഉദയനിധി സ്റ്റാലിനാണ് പ്രതിപക്ഷ നേതാവായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഒക്കെ ഉള്ള വാർത്തകളൊക്കെ DMK ആളുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഉദയനിധി സ്റ്റാലിനായിരിക്കും DMKയുടെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് തന്നെയാണ്. അവർ അതിനു വേണ്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് കത്തുകൾ കൊടുത്തു കാണും എന്ന് തന്നെയാണ് ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഒരു മന്ത്രിസഭ അധികാരമേറ്റ ഉടനെ തന്നെ അതിനെ വിമർശിക്കുന്നത് ഒരു നല്ല അല്ല. അത് സ്റ്റാലിൻ പറഞ്ഞതാണ് അതിന്റെ ശരി. ഒരു 6 മാസമൊക്കെ അദ്ദേഹം ഭരിക്കട്ടെ. പിന്നെ ഭരണപരിചയം ഇല്ല എന്നുള്ളതൊന്നും ഒരു ന്യായീകരണമല്ല. ഭരണപരിചയമില്ലാത്ത അവരൊക്കെ തന്നെയാണ്
ഈ കൂടുതലും ഈ മുഖ്യമന്ത്രി സ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി സ്ഥാനങ്ങളിലും ഒക്കെ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ളത്. അതൊരു കൂട്ടായ ഇതാണ്, ഒരു കൂട്ടായ ലീഡർഷിപ്പാണ് ഈ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വ്യക്തി ഒറ്റക്ക് തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഭരണപരിചയമില്ല എന്നുള്ളതൊന്നും ഒരു കുറവായി കാണേണ്ടതില്ല. അതൊക്കെ ഒരു കൂട്ടായ തീരുമാനമാണ്. കാരണം മന്ത്രിസഭ മാത്രമാണ് ഇവിടെ മാറുന്നത്. ബാക്കിയുള്ള എക്സിക്യൂട്ടീവിനൊന്നും മാറ്റങ്ങളൊന്നുമില്ല. അതൊക്കെ പഴയപടിയിൽ തന്നെ തുടരുകയാണ്. അത് ചില അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലമാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഒഴിച്ചാൽ ബാക്കിയൊന്നും സംഭവിക്കുന്നില്ല. മന്ത്രിസഭ മാത്രമാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വിമർശനങ്ങളും ഒന്നും ഉന്നയിക്കേണ്ട കാര്യങ്ങളില്ല. ആരാണെങ്കിലും അതിനൊരു അവസരം കൊടുക്കണം. പ്രത്യേകിച്ച് വിജയ് നല്ല ഒരു ഭരണം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് നമുക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഏതായാലും അദ്ദേഹത്തിന് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ കൂടി ആശംസിക്കുകയാണ്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനോ ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുവാനേ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. നന്ദി.